+1 ബിസിനസ് സ്റ്റഡീസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് സ്റ്റഡീസിൽ 5ാമത്തെ ചാപ്റ്ററിൻ്റെ തുടർഭാഗമാണ്. എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് എന്നുള്ള ചാപ്റ്ററിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബയറും സെല്ലറും ഇന്റർനെറ്റ് വഴി എന്ത് ചെയ്യുന്നു, ഇടപാടുകൾ നടത്തുന്നതിനെയാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് റെഫർ ടു ട്രാൻസാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, ബയർ ആൻഡ് സെല്ലർ, അല്ലെങ്കിൽ ആരാകാം ഗവൺമെന്റ് ആൻഡ് പീപ്പിൾ, ത്രൂ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് വഴി രണ്ട് വ്യക്തികൾ, ബയറും സെല്ലറുമാകാം അല്ലെങ്കിൽ ഗവൺമെന്റും പീപ്പിളുമാകാം, ഇതിലൂടെ ഇന്റർനെറ്റിലൂടെ ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ അതിനെയാണ് എന്തു പറയുന്നത്, ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസിൽ പ്രധാനമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ 3 സ്റ്റേജസ് ഇൻവോൾവ്മെന്റ് ഇൻ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. ഓൺലൈൻ ട്രാൻസാക്ഷൻസിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് കാര്യമായിട്ട് ചെയ്യുന്നത്. അതിന് ഒന്നാമത് പ്രീ പർച്ചേസ് ഓർ സെയിൽ സ്റ്റേജ്, അതായത് വാങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിൽക്കുന്നതിന് മുമ്പുള്ള ഘട്ടങ്ങൾ. അതിനകത്ത് ഉൾക്കൊള്ളുന്ന എന്തൊക്കെയാണ്? അഡ്വർടൈസിങ് ആൻഡ് ഇൻഫർമേഷൻ സീക്കിംഗ്, പരസ്യപ്പെടുത്തുക, അതേപോലെ തന്നെ വിവരങ്ങൾ അന്വേഷിക്കുക, ആരായുക എന്ന് പറയും. മറ്റൊന്നാണ് പർച്ചേസ് ഓർ സെയിൽ സ്റ്റേജ്. അതിൽ പർച്ചേസ് സ്റ്റേജ് വാങ്ങുന്നതും വിൽക്കുന്നതിൻ്റെയും ഒരു ഘട്ടം. അവിടെ എന്താ നടക്കുക? അവിടെ നടക്കുന്നത് പ്രൈസ് നെഗോസിയേഷൻ ഓർ ഫൈനലൈസിംഗ് പർച്ചേസ് ഓർ സെയിൽ ആൻഡ് മേക്കിംഗ് പേയ്മെന്റ്, വിലപേശ, അതുപോലെ വാങ്ങലും വിൽക്കലൊക്കെ തീരുമാനിക്കുക, പ്രതിഫലം കൊടുത്തു തീർക്കുക, ഇതൊക്കെയാണ് ഇതിനകത്ത് പെടുന്നത്. 3ാമത്തെ ഘട്ടമാണ് ഡെലിവറി സ്റ്റേജ്, അതിലെ സാധനം വിൽക്കുന്നത്. അപ്പോൾ ഈ 3 ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഒന്ന് പ്രീ പർച്ചേസ് ഓർ സെയിൽ സ്റ്റേജ്, സെക്കൻഡ് വൺ പർച്ചേസ് ഓർ സെയിൽ സ്റ്റേജ്, തേർഡ് വൺ ഡെലിവറി സ്റ്റേജ്. ഇനി ഇതിന്റെ താഴെ ഒരു പിക്ചർ കാണാനുണ്ട്. അതാണ് ശരിക്കും ആ ഒരു ബൈങ് ഓർ സെല്ലിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇതാണ് ബയർ ഫൈൻസ് സെല്ലർ. ഇതിനകത്ത് 1 കൊടുത്തിട്ടുണ്ടാവും. ബയർ ഫൈൻസ് സെല്ലർ, വാങ്ങുന്നവന് ആരെ കണ്ടെത്തണം? സെല്ലറെ കണ്ടെത്തണം, വിൽക്കുന്ന ആളെ കണ്ടെത്തണം. നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പാണ് എന്ത്? പ്രൈസ് നെഗോസിയേഷൻ ആൻഡ് ഡെലിവറി ടേംസ്, വില തീർപ്പാക്കുക, അതേപോലെ തന്നെ അതിന്റെ ഡെലിവറിയിലുള്ള ടേംസുകൾ. നെക്സ്റ്റ് സെയിൽ, അത് കഴിഞ്ഞിട്ട് വിൽപ്പന നടത്തുക, അത് കഴിഞ്ഞിട്ട് പേയ്മെന്റ്, അത് കഴിഞ്ഞിട്ട് ഡെലിവറി. ലാസ്റ്റ് പ്രോസസ്സാണ് ആഫ്റ്റർ സെയിൽ ആക്ടിവിറ്റി, വിൽപ്പനാനന്തര പ്രവർത്തനങ്ങൾ. ഈ രീതിയിലാണ് ഒരു ബൈങ് ആൻഡ് സെല്ലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഇനി അടുത്തത് പ്രോസസ് ഓഫ് ഓൺലൈൻ ട്രേഡിംഗ് ഫ്രം എ കസ്റ്റമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവില് ഓൺലൈൻ ട്രേഡിംഗ് നടക്കുന്ന പ്രക്രിയ എന്തൊക്കെയാണ്? ഫസ്റ്റത്തത് രജിസ്ട്രേഷൻ. ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നതിന് മുമ്പായിട്ട് എന്ത് വേണം? ഓൺലൈൻ വിൽപ്പനക്കാരന് അപേക്ഷാ ഫോം പൂരിപ്പിച്ചു കൊടുക്കണം. Before making online shopping, one has to register with the online vendor by filling up a registration form. Registration form fill ചെയ്ത് കൊടുക്കണം. It is the purpose of opening an account with the vendor. വ്യാപാരിയുടെ പക്കൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? ഫിൽ ചെയ്യുന്ന സമയത്ത് ഒരു പാസ്വേഡ് നിർബന്ധമായിട്ടും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഷോപ്പിംഗ് കാർട്ടുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അയാൾക്ക് തന്നെ എന്ത് ചെയ്യുക? അയാളുടെ പേര് വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാനും ഷോപ്പ് ചെയ്യാനൊക്കെ അയാളുടെ പേര് വെച്ചുകൊണ്ട് തന്നെ നടത്താം. അയാളുടെ പേര് തന്നെ എന്ത് ചെയ്യാം? നിങ്ങളെ പേര് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പേരിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഷോപ്പിംഗ് നടത്താൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഇതാണ് കസ്റ്റമറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ട്രേഡിംഗ്, ഓൺലൈൻ ട്രേഡിങ്ങിന്റെ പ്രോസസ്. ഒന്നാമത്തെ രജിസ്ട്രേഷൻ. രണ്ടാമതാണ് പ്ലേസിംഗ് ആൻഡ് ഓർഡർ നൽകുക എന്നുള്ളത്. ഷോപ്പിംഗ് കാർട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്? സാധാരണയായിട്ട് ഷോപ്പിംഗ് കാർട്ടിലാണ് പ്രോഡക്ട്സുകൾ തിരഞ്ഞെടുക്കലും അതിനിടയ്ക്ക് ചെയ്യണത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? സ്റ്റോറിൽ നമ്മൾ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ രേഖ കിട്ടും. അതിനാണ് ഷോപ്പിംഗ് കാർട്ട് എന്ന് പറയാം. വാങ്ങാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്
അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പേയ്മെന്റ് രീതി ഏത് പേയ്മെന്റ് രീതിയാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക. ഷോപ്പിംഗ് കാർട്ട് ഈസ് ആൻ ഓൺലൈൻ റെക്കോർഡ് ഓഫ് വാട്ട് യു ഹാവ് പിക്ഡ് വൈൽ ബ്രൗസിംഗ് ദി ഓൺലൈൻ സ്റ്റോർ. നമ്മൾ എന്തൊക്കെയാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ആ ഒരു ഷോപ്പിംഗ് കാർട്ടിൽ വെക്കുക. അതിനുശേഷം നമ്മൾ വാങ്ങാനൊരു തീരുമാനം എടുക്കുകയും അതിൽ പേയ്മെന്റ് ഓപ്ഷൻസ് ഏതാണെന്നുള്ളതൊക്കെ തിരഞ്ഞെടുക്കണം. അതിൽ തേർഡാണ് പേയ്മെന്റ് ഓപ്ഷൻസ്. പേയ്മെന്റ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്നത് ഏതൊക്കെയാണ് പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടാകുക? ഒന്ന് ക്യാഷ് ഓൺ ഡെലിവറി. ക്യാഷ് ഓൺ ഡെലിവറി എന്നാൽ പേയ്മെന്റ് ഈസ് ഇഫക്റ്റഡ് ഇൻ ക്യാഷ് ഇൻ ടൈം ഓഫ് ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗുഡ്സ്. സാധനങ്ങൾ നമുക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ക്യാഷ് കൊടുക്കുക, അതാണ് ക്യാഷ് ഓൺ ഡെലിവറി. രണ്ടാമത്തത് ചെക്ക് കൊടുക്കുക. ചെക്ക് കൊടുക്കുക എന്നാൽ സാധനങ്ങൾ ഡെലിവറി നടന്നു കഴിഞ്ഞാൽ അവിടെ ചെക്ക് ഇഷ്യൂ ചെയ്യാം. മറ്റൊന്നാണ് നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ. നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ ബാങ്കുകൾ വഴി നെറ്റ് ബാങ്ക് കസ്റ്റമേഴ്സ് ആണെങ്കിലും അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പണം കൈമാറാൻ വേണ്ടിയിട്ട് എല്ലാ ബാങ്കുകളും ഇങ്ങനെ സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ വിൽക്കുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക, പണം കൈമാറാന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നെറ്റ് ബാങ്ക് ട്രാൻസ്ഫർ. നെക്സ്റ്റ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയപ്പെടുന്ന പേരാണ് പ്ലാസ്റ്റിക് മണി. ഈ കാർഡുകൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസിൽ എന്ത് ചെയ്ത് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. Credit card is a plastic card with a magnetic strip issued by financial organizations that allows the holder to make purchase on credit. ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസുകൾ ഇഷ്യൂ ചെയ്യുന്ന പ്ലാസ്റ്റിക് കാർഡുകൾ, മാഗ്നറ്റിക് സ്ട്രിപ്പ് ഉൾക്കൊള്ളുന്ന പ്ലാസ്റ്റിക് കാർഡുകളാണ് ക്രെഡിറ്റ് കാർഡ്. ഇതെന്ത് ചെയ്യാം, ഇത് ആ ഹോൾഡർക്ക്, ആരുടെ കയ്യിലാണ് ക്രെഡിറ്റ് കാർഡ് ഉള്ളത് അവർക്ക് സാധനങ്ങൾ ക്രെഡിറ്റിന് വാങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡ്. നെക്സ്റ്റ് വണ്ണാണ് ഡെബിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡർ ടു മേക്ക് പർച്ചേസസ് ത്രൂ ഇറ്റ് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് എമൗണ്ട് അവൈലബിൾ ഇൻ ദി കറസ്പോണ്ടിങ് അക്കൗണ്ട്. അവർ അക്കൗണ്ടിൽ എത്രയാണോ ക്യാഷ് ഉള്ളത് അതിനനുസരിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഡെബിറ്റ് കാർഡിന് പറ്റുന്ന കാര്യം. നെക്സ്റ്റ് വൺ ഡിജിറ്റൽ ക്യാഷ്. ഡിജിറ്റൽ ക്യാഷ് എക്സിസ്റ്റിംഗ് ഇൻ സൈബർ സ്പേസ്. സൈബർ സ്പേസിൽ മാത്രം നിലനിൽക്കുന്ന ഇലക്ട്രോണിക് കറൻസിയുടെ രൂപമാണ് ഡിജിറ്റൽ ക്യാഷ്. ഇവിടെ എന്താണ്, ഇവിടെ it has no physical features but has the capacity of using it as real currency in an electronic format. അതായത് ഭൗതികമായിട്ടുള്ള സവിശേഷതകൾ അല്ലെങ്കിലും ഇലക്ട്രോണിക് ഫോർമാറ്റിൽ യഥാർത്ഥ കറൻസി പോലെ ഉപയോഗിക്കുന്നതിനുള്ള ശേഷി ഏതിനുണ്ട്, ഡിജിറ്റൽ ക്യാഷുകൾക്ക് ഉണ്ട്. അപ്പോൾ പേയ്മെന്റ് ഓപ്ഷൻസുകൾ ഏതൊക്കെയാണ്? ക്യാഷ് ഓൺ ഡെലിവറി, ചെക്ക്, നെറ്റ് ബാങ്ക് ട്രാൻസ്ഫർ, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഡിജിറ്റൽ ക്യാഷ്. അപ്പോൾ കസ്റ്റമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവില് ഓൺലൈൻ ക്രെഡിറ്റ് നടത്തുന്നതിന്റെ പ്രോസസ്സുകൾ ഒന്ന് രജിസ്ട്രേഷനും, രണ്ടാമത് പ്ലേസിംഗ് ആൻഡ് ഓർഡറും, മൂന്നാമത് പേയ്മെന്റ് ഓപ്ഷൻസ്. ഇനി അടുത്തതാണ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ഇ ട്രാൻസാക്ഷൻ. ഇ ട്രാൻസാക്ഷൻസിന്റെ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഫീച്ചേഴ്സ്. ഈ ഇടപാടുകളുടെ ബിസിനസ് റിസ്കുകൾക്കെതിരെയുള്ള സുരക്ഷയും സുരക്ഷിതത്വവും എന്തൊക്കെയാണ്? ഒന്നാമത് ട്രാൻസാക്ഷൻ റിസ്ക്, ഇടപാടുകളിലെ നഷ്ടസാധ്യതകൾ. അതിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസിന് ഏതെല്ലാം തരത്തിലുള്ള റിസ്ക് ആണുള്ളത്? ഒന്ന് ഡീഫാൾട്ട് ഓൺ ഓർഡർ ടേക്കിംഗ് ഓർ ഗിവിംഗ്. ഓർഡർ എടുക്കുന്നതിൽ അല്ലെങ്കിൽ ഓർഡർ നൽകുന്നതിലുള്ള തെറ്റ്. അതായത് ഓർഡർ എന്താണ് നൽകിയിട്ടില്ല എന്നുള്ള ട്രാൻസാക്ഷന്റെ റിസ്കുകൾ പെട്ടതാണ് ഓർഡർ എടുക്കുന്നിടത്ത് അല്ലെങ്കിൽ കൊടുക്കുന്നിടത്തുള്ള ഡീഫാൾട്ട്. അപ്പൊ എന്ത് ചെയ്യാണ്, ആ സമയത്ത് ഓർഡർ ഒരിക്കലും ലഭിച്ചിട്ടില്ല എന്ന് വിൽപ്പനക്കാര് നിഷേധിക്കുക. അതായത് ഓർഡർ കൊടുത്തത് അവിടെ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവര് ഓർഡർ നൽകിയിട്ടില്ല എന്നുള്ളത് ആരും പറയാം, കസ്റ്റമർ പറയാം. അപ്പൊ അതൊരു പ്രോബ്ലമാണ്. അതേപോലെ ഡീഫാൾട്ട് ഓൺ ഡെലിവറി. ഡെലിവറിയിലുള്ള തകരാറ്, ഡെലിവറി നടത്തിയിട്ടില്ല അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിലാസത്തിലൊക്കെ എന്ത് ചെയ്യുക, ഡെലിവറി നടത്തുക. അതായത് അഡ്രസ്സ് കൊടുത്ത് തെറ്റായിട്ടുള്ള അഡ്രസ്സിൽ പോയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള റോങ് ഗുഡ്സുകൾ ഡെലിവർ ചെയ്യുക. ഇതും ട്രാൻസാക്ഷൻ റിസ്ക് ആണ്. മറ്റൊന്നാണ് ഡീഫാൾട്ട് ഓൺ പേയ്മെന്റ്, പണം നൽകുന്നതിലുള്ള വീഴ്ച. അതായത് പണം കിട്ടിയിട്ടില്ല എന്നുള്ളത് സെല്ലർ പറയാ, അല്ലെങ്കിൽ പണം നൽകിയിട്ടില്ല എന്നുള്ളത്, പേയ്മെന്റ് നൽകി എന്നുള്ളത്
ഉപഭോക്താവ് പറയും ചെയ്യാം. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും പേയ്മെന്റ് സമയത്ത് ഡീഫോൾട്ട്. അപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് 3 റിസ്കുകളാണ്. ഒന്ന് ഓർഡർ നൽകുന്നിടത്ത് കിട്ടുന്നിടത്തുള്ള ഡീഫോൾട്ട്, അതുപോലെ തന്നെ ഡെലിവറിയുടെ സമയത്തുള്ള തകരാറ്, മറ്റൊന്നാണ് പണം നൽകുന്ന ഡീഫോൾട്ട് ഓഫ് പേയ്മെന്റ് നൽകുന്നതിലുള്ള വീഴ്ച, പണം നൽകുന്നതിലുള്ള വീഴ്ച. രണ്ടാമതാണ് ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് റിസ്ക്. അതിൽപ്പെട്ട ഒന്നാമത്തതാണ് വൈറസ്. വൈറസ് മീൻസ് വൈറ്റൽ ഇൻഫർമേഷൻ അണ്ടർ സീക്ക് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈറസ് കൊണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തെ എന്തെങ്കിലും മൊത്തത്തിൽ ആക്രമിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ഇത് വൈറസ്. വൈറസ് ഇസ് എ പ്രോഗ്രാം ദാറ്റ് അറ്റാക്സ് itself to computer system and destroys or corrupts that data stored. കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുള്ള ഡാറ്റകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുക അങ്ങനത്തെ പ്രോഗ്രാമാണ് വൈറസ്. നെക്സ്റ്റ് വൺ ഹാക്കിംഗ്. ഹാക്കേഴ്സും ക്രാക്കേഴ്സും ഒക്കെ ഉണ്ട്. ഇവരെന്ത് വെബ്സൈറ്റിൽ അൺഓതറൈസ്ഡ് ആയിട്ട് ഇവരെന്ത് ചെയ്യുന്നു കയറിക്കൂടുക. Hackers often destroy the data and information which causes huge losses to the business. അതായത് വെബ്സൈറ്റുകൾക്ക് അനധികൃതമായിട്ട് നുഴഞ്ഞു കയറുക. ഇതുകൊണ്ട് എന്ത് ചെയ്യും, പലപ്പോഴും ഈ ഹാക്കേഴ്സ് ഒക്കെ പലപ്പോഴും പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം എന്ത് ചെയ്യാറ് നശിപ്പിക്കാറുണ്ട്. ബിസിനസ്സിന് വലിയ രീതിയിൽ നഷ്ടത്തിന് കാരണമാകാറുണ്ട് ഹാക്കിംഗ്. അതുപോലെ തന്നെ ട്രാൻസ്മിഷനില് ഡാറ്റകൾ തടസ്സപ്പെടുത്തലൊക്കെ സംഭവിക്കലുണ്ട്. ഇതിനെയാണ് എന്താ പറയുക അറിയോ, ക്രിപ്റ്റോഗ്രാഫി. ഡാറ്റ മേ ബി ഇന്റർസെപ്റ്റഡ് വൈൽ ഇൻ ട്രാൻസ്മിഷൻ. ഫോർ ദിസ് വി ക്യാൻ യൂസ് ക്രിപ്റ്റോഗ്രഫി. അതേപോലെ തന്നെ ഇതിനകത്ത് അൺറീഡബിൾ ഫോർമാറ്റിൽ ഡാറ്റ സംരക്ഷിക്കുന്നതിന് വായിക്കാൻ കഴിയാത്ത രൂപത്തിലാക്കുന്നതിനെയാണ് സൈബർ ടെക്സ്റ്റ് ആക്കി സൂക്ഷിക്കുക എന്ന് പറയുന്നത്. It is an act of protecting information by transforming it into an unreadable format called cybertext. മൂന്നാമത്തെ സെക്യൂരിറ്റി ഫീച്ചർ ആണ് റിസ്ക് ഓഫ് ത്രെഡ് ഓർ ത്രെഡ് ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് പ്രൈവസി. ഭൗതിക സ്വത്തിനും സ്വകാര്യതക്കും എതിരായിട്ടുള്ള ഭീഷണി മൂലമുള്ള നഷ്ടസാധ്യതകൾ. അത് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എല്ലാ വിവരവും ആർക്കും പറ്റുന്ന രീതിയിൽ കിട്ടുന്ന വിധത്തിൽ സ്വതന്ത്രമാണ്. അപ്പോൾ ഒരു പ്രൈവറ്റ് ഡൊമൈൻ സ്വകാര്യ സാമ്രാജ്യത്തിൽ നിന്ന് അത് പുറത്തേക്ക് വരികയാണ്. അപ്പം അങ്ങനെ എന്ത് ചെയ്യാം, ഒരിക്കലും പകർപ്പെടുക്കാതെ എന്ത് ചെയ്യാം, സുരക്ഷിതമാക്കാൻ ഒരിക്കലും സാധിക്കാത്ത വിധത്തിലാക്കുക. അങ്ങനെ ഒരു പ്രൈവസി കൊടുക്കുക, അതാണ് ഉദ്ദേശം. ഡാറ്റ ഫർണിഷ്ഡ് ടു അതേഴ്സ് by anyone in the course of online transaction get penalized in the form of receiving lot of advertisement and promotional literatures into or his email box. അവിടെ എന്തെയും മറ്റൊരാൾക്ക് കിട്ടാത്ത രൂപത്തിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളത് സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി ട്രാൻസാക്ഷൻസ് ആവുന്ന ട്രാൻസാക്ഷൻ നടത്തുമ്പോഴുള്ള റിസ്കുകൾ. രണ്ട്, ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ റിസ്ക്. മൂന്നാമത്തെ റിസ്ക് ഓഫ് ത്രെഡ് ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് പ്രൈവസി. നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിക്കും സ്വകാര്യതക്കും എതിരെയുള്ള ഭീഷണികൾ. ഇനി അടുത്തതാണ്, ഒരു ഈ ബിസിനസ് ഇംപ്ലിമെന്റേഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കണമെങ്കിൽ അതിന് വേണ്ട റിസോഴ്സസ് എന്തൊക്കെയാണ്? ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള വിജയകരമായി നടക്കാൻ വേണ്ട വിഭവങ്ങൾ. ഒന്ന് എന്ത് വേണം, ആഡിക്വേറ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ശരിക്കുള്ള ഒരു വേണ്ടത്ര കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉണ്ടാകണം. രണ്ടാമത് ടെക്നിക്കലി ക്വാളിഫൈഡ് വർക്ക് ഫോഴ്സ്, സാങ്കേതിക വൈദഗ്ധ്യമുള്ള ജോലിക്കാർ, ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം. നെക്സ്റ്റ്, സിസ്റ്റം ഓഫ് റിസീവിംഗ് പേയ്മെന്റ്സുകൾ റിസീവ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, വെൽ ഡിസൈൻഡ് വെബ്സൈറ്റ്, നന്നായി ഡിസൈൻ ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാവണം. നെക്സ്റ്റ്, ഇഫക്റ്റീവ് ടെലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഫലപ്രദമായുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉണ്ടാകണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, പരിപാടികൾക്ക് വിജയമായിട്ട് കമ്മ്യൂണിക്കേറ്റ് നടത്താനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇതാണ് ഈ ബിസിനസ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ റിസോഴ്സസ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഔട്ട്സോഴ്സിങ്. എന്താണ് പുറം ജോലി കരാർ? പുറം ജോലി കരാർ എന്നാൽ എന്ത് ചെയ്യുക, നമ്മൾ പുറത്തുള്ള ആളുകളെ ഉപയോഗിക്കുക, തേർഡ് പാർട്ടീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ മേഖലകളിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എക്സ്പേർട്ട് ആയിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, സ്പെഷ്യലിസ്റ്റുകൾ. അപ്പം അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ ഏൽപ്പിക്കുക. അതിനെയാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്.
അതായത് നല്ല അനുഭവവും വൈദഗ്ധ്യവും കഴിവൊക്കെ മുതലെടുത്തുകൊണ്ട് ബിസിനസിന്റെ ചില കാതലല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിത്തരാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നതിനെയാണ് പുറം ജോലി കരാർ എന്ന് പറയുന്നത്. ഈ ഒരു ഏൽപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അവര് പുറത്ത് ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ അവർ എക്സ്പേർട്ട് ആവണമെന്നില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, അതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ BPOs എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിംഗ് റെഫേഴ്സ് ടു ഹയറിംഗ് ഔട്ട് നോൺ കോർ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് to third party specialists to take advantage of their experience, expertise and efficiency in performing those activities. ഈ ഔട്ട്സോഴ്സിംഗിന് സാധാരണ പറയുന്ന പേരാണ് BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. ഇനി ഔട്ട്സോഴ്സിംഗിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം? ഒന്നാമത്, ഔട്ട്സോഴ്സിംഗ് ഇൻവോൾവ്സ് കോൺട്രാക്ടിംഗ് ഔട്ട്. പുറം ജോലി കരാറിൽ പുറത്തേക്ക് എന്തെങ്കിലും കരാർ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്ഥാപനത്തിൽ തന്നെ ഹൗസ് കീപ്പിംഗ്, അതുപോലെ തന്നെ ഗാർഡനിങ്, പിന്നെ അതുപോലെ ക്യാൻറ്റീൻ, സാനിറ്റൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഔട്ട്സൈഡ് ഏജൻസികളെ കോൺട്രാക്ട് ഏൽപ്പിക്കുക. രണ്ടാമത്, ജനറലി നോൺ കോർ ബിസിനസ് ആക്ടിവിറ്റീസ് ആർ ഔട്ട്സോഴ്സ്ഡ്. അതായത് കാതലില്ലാത്ത പ്രവർത്തനങ്ങളാണ് സാധാരണ ഔട്ട്സോഴ്സിങ്ങിന് ഏൽപ്പിക്കാറുള്ളത്. സ്ഥാപനത്തിന് വലിയൊരു എക്സ്പേർട്ട് അല്ലാത്ത ജോലികളായിരിക്കും സാധാരണ പുറം ജോലിക്കാരെ ഏൽപ്പിക്കുക. മൂന്നാമതാണ്, പ്രോസസ് മേ ബി ഔട്ട്സോഴ്സ് ടു എ ക്യാപ്റ്റീവ് യൂണിറ്റ് ഓർ എ തേർഡ് പാർട്ടി. പ്രവർത്തനങ്ങളിൽ ക്യാപ്റ്റീവ് യൂണിറ്റിനോ അല്ലെങ്കിൽ മൂന്നാം കക്ഷിക്കോ കരാർ കൊടുക്കാം. അതായത് ക്യാപ്റ്റീവ് യൂണിറ്റിന് പുറം ജോലി കരാർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഔട്ട്സോഴ്സിംഗ് ടു ദി ക്യാപ്റ്റീവ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് മേ ബി ബെനിഫിഷ്യൽ ഫോർ എ ഫേം ടു എൻട്രസ്റ്റ് ദി ഔട്ട്സോഴ്സിംഗ് ടു എ ലാർജ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. ഉദ്ദേശിക്കുന്നത് എന്താണ്, വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും വിൽപ്പന ചെയ്യുകയും ചെയ്യുന്ന ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾക്ക് പുറം ജോലി കരാർ ഏൽപ്പിക്കുക എന്നുള്ളത് എന്തായിരിക്കും, ഒരു സ്ഥാപനത്തിന് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമായിരിക്കും. മറ്റൊന്ന്, ഔട്ട്സോഴ്സിംഗ് ടു എ തേർഡ് പാർട്ടി. മൂന്നാം കക്ഷിക്ക് ജോലി കരാർ നൽകാൻ ഉദ്ദേശിച്ചത് എന്താണ്, അവിടെ ഉദ്ദേശിക്കുന്നത് പ്രോസസ് മേ ബി ഔട്ട്സോഴ്സ് ടു തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡേഴ്സ് ഹു ഓപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് ഇൻ ദി മാർക്കറ്റ്. അതായത് മാർക്കറ്റിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന മൂന്നാം കക്ഷി സേവനദാതാക്കൾക്ക് പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാം, പുറം കരാറായിട്ട് കൊടുക്കാൻ പറ്റും. ഇത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ ആകാം, അല്ലെങ്കിൽ വേർട്ടിക്കൽ ആകാം. ചിലരെന്തായിരിക്കും, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ചില പ്രവർത്തികൾ മാത്രം വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ടാവും, അവരത് മാത്രം ഏൽപ്പിക്കുക. വേർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു കാര്യങ്ങളിലോ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകളാണെങ്കിൽ അതാണ് വെർട്ടിക്കൽ. അപ്പൊ ഇതാണ് ഔട്ട്സോഴ്സിംഗിന്റെ ഫീച്ചേഴ്സ്. ഇനി അടുത്തതാണ് സ്കോപ്പ് ഓഫ് ഔട്ട്സോഴ്സിംഗ്. ഔട്ട്സോഴ്സിംഗിന് പ്രധാനമായിട്ടും 4 കീ എലമെന്റ്സ്, 4 എലമെന്റുകളാണുള്ളത്. ഒന്ന് കോൺട്രാക്ട് മാനുഫാക്ചറിങ്, നെക്സ്റ്റ് കോൺട്രാക്ട് റിസർച്ച്, കോൺട്രാക്ട് സെയിൽസ് ആൻഡ് ഇൻഫോർമാറ്റിക്സ്. ഔട്ട്സോഴ്സിംഗിന്റെ പ്രത്യേകത എന്താണ്, ഔട്ട്സോഴ്സിംഗ് നമുക്ക് കോൾ സെന്ററുകൾ ഉണ്ടായിരിക്കും, അതേപോലെ കസ്റ്റമർ ഓറിയന്റഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. കോൾ സെന്റേഴ്സ് ആണെങ്കിൽ 24/7 ആഴ്ച 24 മണിക്കൂർ എന്ത് ചെയ്ത് പ്രവർത്തിക്കുന്നുള്ള ബെനിഫിറ്റുകളൊക്കെ ഔട്ട്സോഴ്സിംഗിനുണ്ട്. ഈ നീഡ് ഫോർ ഔട്ട്സോഴ്സിംഗ്, ഔട്ട്സോഴ്സിംഗിന്റെ ആവശ്യകത എന്തൊക്കെയാണ്? ഒന്നാമത്, ഫോക്കസിംഗ് ഓഫ് അറ്റൻഷൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഒരു സ്ഥാപനത്തിന് ഔട്ട്സോഴ്സിംഗ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ സ്ഥാപനത്തിന്റെ കോർ ആക്ടിവിറ്റീസ്, സ്ഥാപനത്തിന്റെ കാതലായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കാൻ പറ്റും. രണ്ടാമത്തെ, ക്വസ്റ്റ് ഫോർ എക്സലൻസ്, മികവിനുള്ള അന്വേഷണം. ബിസിനസ് പലപ്പോഴും എന്താണ്, ഔട്ട്സോഴ്സിംഗ് ബിസിനസ് ടു പെർസ്യൂ എക്സലൻസ് ഇൻ 2 ways. One, they excel themselves by focusing in core activities. ബിസിനസ്സിന് മികവിന് 2 രീതിയിൽ എന്ത് ചെയ്യാൻ പ്രാപ്തരാക്കാം. ഒന്ന്, അവരെ എസൻസ് ആയിട്ടുള്ള കാതലായുള്ള പ്രവർത്തനങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റൊന്നോ, എക്സൽ ബൈ കോൺട്രാക്ട് നോൺ കോർ ആക്ടിവിറ്റീസ് സ്പെഷ്യലിസ്റ്റ് ഇൻ ദി ഫീൽഡ്. അല്ലെങ്കിലോ കാതലില്ലാത്ത പ്രവർത്തനങ്ങളെ പുറം കരാർ കൊടുത്ത് മികവ് കൂട്ടാം. അപ്പോൾ അതാണ് ഔട്ട്സോഴ്സിംഗിന് മറ്റൊരു നീഡ്. നെക്സ്റ്റ്, കോസ്റ്റ് റിഡക്ഷൻ, ചെലവ് പരമാവധി എന്ത് ചെയ്യാൻ പറ്റും, ചുരുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും കോമ്പറ്റീറ്റീവ് പ്രൈസിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെലവ് ഒരുപാട് കുറക്കാം. നെക്സ്റ്റ്, ഗ്രോത്ത് ത്രൂ അലയൻസ്, സഖ്യം വഴിയുള്ള ഒരു വളർച്ച. ഒരു ബിസിനസ് മറ്റുള്ളവരുടെ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ
അവർ തമ്മിൽ ടൈപ്പ് ആവും. അപ്പൊ അങ്ങനെ സഖ്യമായിട്ട് മുന്നോട്ട് പോകും. നെക്സ്റ്റ്, ഫിലിപ്പ് ടു എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികസനത്തിനൊരു പ്രോത്സാഹനമാണ്. ഔട്ട്സോഴ്സിംഗ് സ്റ്റിമുലേറ്റ് എന്റർപ്രണർഷിപ്പ്, എംപ്ലോയ്മെന്റ് ആൻഡ് എക്സ്പോർട്സ് ഇൻ ഹോസ്റ്റ് കൺട്രീസ്. മറ്റു രാജ്യങ്ങളിലൊക്കെ അതേപോലെ രാഷ്ട്രങ്ങളിൽ സംരംഭകത്വം, തൊഴിൽ, കയറ്റുമതി ഇവയൊക്കെ ഈ ഒരു ഔട്ട്സോഴ്സിംഗ് ഉത്തേജിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഔട്ട്സോഴ്സിംഗിന്റെ ആവശ്യകത. ഇനി കൺസേൺസ് ഓവർ ഔട്ട്സോഴ്സിംഗ്. ഔട്ട്സോഴ്സിംഗുമായി ബന്ധപ്പെട്ട ചില ഉത്കണ്ഠകൾ എന്തൊക്കെയാണ്? ഒന്ന്, കോൺഫിഡൻഷ്യാലിറ്റി. ഔട്ട്സോഴ്സിംഗ് എന്താണ്? ഇതിനെക്കുറിച്ച് ഒരു ആകാംക്ഷയാണ് പറയുന്നത്. ഔട്ട്സോഴ്സിംഗിൽ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. കാരണം രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതെന്ത് ചെയ്യും? വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് തന്നെ ഇത് ഹാനികരമായിട്ട് വരും. മറ്റൊന്ന്, സ്വെറ്റ് ഷോപ്പിംഗ്. സ്വെറ്റ് ഷോപ്പിംഗ് എന്നാൽ ചിന്തിക്കുന്നതിലുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നത് എന്തായിരിക്കും? ഔട്ട്സോഴ്സ് ചെയ്യുന്ന വ്യക്തി അയാൾക്ക് പറ്റുന്ന രൂപത്തിലായിരിക്കും അയാൾ കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത്താണ് എത്തിക്കൽ കൺസേൺസ്, ധാർമ്മികമായിട്ടുള്ള ഉത്കണ്ഠകൾ. ധാർമ്മികമായിട്ടുള്ള ഉത്കണ്ഠകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വികസ്വര രാജ്യങ്ങളാണെങ്കിലും അതേപോലെ തന്നെ ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ പണിയെടുപ്പിച്ചുകൊണ്ടാണ് നിയന്ത്രണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ടോ എന്നുള്ള സംശയമാണ്. നെക്സ്റ്റ്, റീസെന്റ്മെന്റ് ഇൻ ദി ഹോം കൺട്രീസ്. മാതൃരാജ്യങ്ങളിലെ എതിർപ്പുകൾ. ഔട്ട്സോഴ്സിംഗ് നൽകുന്നതിന് മാതൃരാജ്യങ്ങളിലുള്ള ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം പുറത്തുനിന്നുള്ള നയങ്ങൾ ഉപയോഗിക്കുക, ചിലപ്പം കൺട്രീസിന് പുറത്തുള്ളതായിരിക്കും ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പം അതുകൊണ്ട് സ്വന്തം രാജ്യത്തുള്ള ആളുകൾക്ക് ജോലി ഇല്ലാതാവും. ഇതൊക്കെ ഔട്ട്സോഴ്സിംഗിന്റെ ഓരോരോ എന്താണ് ഉത്കണ്ഠകളാണ്. ഒന്നാമത്തെ കോൺഫിഡൻഷ്യാലിറ്റി, സെറ്റ് ഷോപ്പിംഗ്, എത്തിക്കൽ കൺസേൺസ്, റിസെന്റ്മെന്റ് ഇൻ ദി ഹോം കൺട്രീസ്. ഓക്കെ, ഇത്രയാണ് 5th ചാപ്റ്റർ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് എന്നുള്ള ചാപ്റ്റർ ഉള്ള കാര്യങ്ങൾ.